അല്ല ജോയിസ് ചേച്ചിയെ ജിൻസി ഇപ്പം എവിടെയാണ്? ജിൻസി തായ്ലൻഡിന്റെ കൂടെ ടൂർ പോയിരിക്കുക. ഓ ജിൻസിയുടെ ഒക്കെ ഒരു ഭാഗ്യം. ഓക്കെ, അപ്പൊ നമ്മള് കൊറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണിത്. വണ്ടിയൊക്കെ നോക്കിട്ട് പഠിക്കുന്നത് കൊറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്യണ സാധനം. പറഞ്ഞു വരുമ്പോ 10-21 വർഷത്തെ പഴക്കമുണ്ട് ട്രിപ്പിന്റെ. ഡ്രീമും പ്ലാനിങ് ഒരു 2 വർഷമൊക്കെ ആയിട്ട് തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ മൂടൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. മറ്റേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ ഒരു മൂഡ് ഔട്ടിലായിരുന്നു. കാരണം പിള്ളേരൊന്നും പ്രാവശ്യം കൊണ്ടുവന്നില്ല, ഈ ട്രിപ്പിൽ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മൂത്താളോട് ഓക്കെ പറഞ്ഞു, 2ാമത്തെ ആളോട് ഞങ്ങള് പറയാണ്ടാണ് ഇറങ്ങിയത്. പറഞ്ഞാൽ കച്ചിലാവും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ എത്തിച്ചെന്നിട്ട് പിള്ളേരും കൂടെ ഞങ്ങൾ വേറെ ട്രിപ്പ് പോകുന്നതായിരിക്കും വിത്ത് കിഡ്സും. ഇപ്പൊ ഞങ്ങൾ അവരൊക്കെ കൊണ്ടുവന്നില്ല. സെൽഫിഷ് പാരന്റ്സ്. ക്യാമറ പുതിയ ഫോണാണ്. ഞങ്ങളൊക്കെ ആദ്യം ഞങ്ങളുടെ വ്ലോഗ് കണ്ടവർക്കറിയാം, ഞങ്ങൾക്കൊരു ഗോപ്രോ ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കാണ്ട് ഊത്തുപോയി. അതുപോലെ ഉപയോഗിക്കുന്ന ഒരു DSLR ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ ഗോപ്രോ വാങ്ങിക്കണോ, മറ്റേ ഓസ്മോ DJ അല്ലേ ആ സാധനം വാങ്ങിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ തന്നെ ഫോൺ വാങ്ങിക്കാം. അങ്ങനെ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു. ഇത് ഫോൺ ഓണറിന്റെ മാജിക് 8 Pro. ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലെത്തി വണ്ടി എയർപോർട്ടിൽ തന്നെ പാർക്ക് ചെയ്തു. ഞങ്ങളെ അത്യാവശ്യം നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരു 4 മണിക്കൂർ ബാക്കിയുണ്ട്. ഇനി പതുക്കിനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോവാം. ഇതുവരെയുള്ള ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാല്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാർഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് എർത്ത് ലോഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെ കയറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ജിൻസിയുടെ കാർഡ് കൊടുത്തു നോക്കി, അതും ഇറക്കി വിട്ടു. അങ്ങനെ പിന്നെ ചിക്കനിൽ വന്നിട്ട് ബർഗർ മേടിച്ചു. 2 ബർഗറിന് ഏതാണ്ട് 1000 രൂപയുണ്ട്. അത് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞങ്ങള് എർത്തലാഞ്ചലി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2 മണിക്കൂർ മുൻപേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 4 മണിക്കൂർ 10:40 ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങള് 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാർഡിന് എന്താ പറ്റിയെന്ന് ഇന്നാണ് ഞാൻ കാർഡിന്റെ കിട്ടിയിട്ട് കുറെ നാളായി, 1.5 കൊല്ലം കണ്ടായി. പക്ഷെ ഇന്നാണ് ഞാൻ ആ കാർഡ് പിന്നൊക്കെ സെറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തത്. പിന്നെ എന്താ പറയാ, അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്നിപ്പോ അവര് ലോഞ്ചിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് പിന്നൊക്കെ അടിച്ചപ്പോ എന്തോ മിനിമം സ്പെൻഡ് ഒന്നും ആയിട്ടില്ല. ഡെബിറ്റ് കാർഡാണ്, പക്ഷെ അതിൽ മിനിമം സ്പെൻഡ് കിട്ടിയിട്ടുള്ളൂ. അല്ല, കാർഡ് കിട്ടിയിട്ട് കുറെ നാളായി. ഇന്നാണ് ആക്ടിവേറ്റ് ചെയ്തത്. 1.5 കൊല്ലമായി കിട്ടിയിട്ട് കാർഡ്. എന്റെ മുന്നത്തെ കാർഡ് തന്നെ പറഞ്ഞ കാര്യമില്ല. അതില് ഡൈനീസ് ക്ലബ് ഒക്കെ ഉണ്ട്. ഞാൻ ഇന്നാള് മടിച്ചു നോക്കിയപ്പോ സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് പറഞ്ഞ ഇതൊന്നുമില്ല എന്ന് പറയും. വലിയ പൊട്ടൻ വെച്ചു ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഫ്ലൈറ്റ് ഫുക്കറ്റിലേക്കാണ്. അപ്പോൾ ഫുക്കറ്റിലേക്ക് പോകാനായിട്ട് Q11 എന്ന് പറയുന്ന ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുക്കറ്റിലേക്കുള്ള ബോർഡിങ് കാത്തു നിൽക്കുകയാണ്. ഗേറ്റിലിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരും. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഫുക്കറ്റിൽ വന്നതിന് ശേഷമുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിരുന്നു. നമുക്ക് ആവശ്യമായിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തായ്ലൻഡിലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ ഇവിടെ നമ്മൾ 3 nights സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോട്ടൽ ബുക്കിംഗ്, പിന്നെ അതുപോലെ തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ കയ്യിൽ അവർ പറയുന്ന ഒരു ക്യാഷ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരാൾക്ക് 20,000 ബാത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. എമിഗ്രേഷനിൽ അവർ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഒരു പക്ഷേ നമ്മൾ ഈ ഓൺലൈനിൽ ഫില്ല് ചെയ്ത അറൈവൽ കാർഡൊക്കെ അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് കാണുന്നത് കൊണ്ടായിരിക്കാം നമ്മളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. നമ്മൾ പാസ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവരത് വെരിഫൈ ചെയ്ത് വിസ സ്റ്റാമ്പ് ചെയ്ത് തരികയായിരുന്നു. ഞങ്ങൾ ഇന്നോട് തേരാപാരം നടക്കുകയാണ്. ഞങ്ങളോട് ചെയ്യേണ്ടതെന്നൊക്കെ ജിൻസി ഐറ്റിനറി പ്ലാൻ ചെയ്ത് അതിന് മൊത്തം അരച്ച് കലക്കി വന്നേക്കുന്നതാണ്. ഇപ്പൊ എവിടേക്ക് പോണ്ടേ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഗ്രാബ് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി നോക്ക്, ഞങ്ങൾ 2 പേര് മാത്രം ലക്ഷറി. നമ്മൾ ആദ്യം വരുന്ന സ്ഥലം മൈക്കോ ബീച്ചാണ്. അത് എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം. പക്ഷെ വഴി കുറച്ച് വളഞ്ഞു തിരിഞ്ഞ് വരുന്നത്. മാപ്പ് തൊട്ടടുത്തുണ്ട്, പക്ഷെ വഴി കുറച്ച് കറങ്ങി 9 കിലോമീറ്ററോളം കറങ്ങിയിട്ട് വരുന്നത്. എയർപോർട്ടിൽ കാണാനുള്ള കാഴ്ച പറഞ്ഞാല് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ബീച്ചിൽ നിന്ന് വളരെ അടുത്തുനിന്ന് കാണാം. മൈക്കോ ബീച്ചിലേക്ക് ടാക്സിക്കൊക്കെ വരാൻ പറ്റുന്ന ആ ഒരു സ്ഥലം വരെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ച ഈ വണ്ടി നമ്മളെ കൊണ്ടാക്കി തന്നേക്കുന്നത്. ഇതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് വേറെ വണ്ടിയിൽ വേണം ഇതിൻ്റെ കറക്റ്റ് എയറോപ്ലെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ആ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. അവിടേക്ക് നമ്മൾ പോകുന്നത് ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ്. അതായത് ഇത് ശരിക്കും ഒരു ബൈക്കാണ്. ആ ബൈക്കുമേ ഇങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറച്ച് സീറ്റുകളും ഒക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ വണ്ടിയിൽ വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. വെൽക്കം ടു മൈക്കോ ബീച്ച്. എന്താ ഇത് ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ്. ഞാൻ കണ്ടുപിടിച്ചല്ല, വല്ലവരും കണ്ടുപിടിച്ചതാ. ഇവിടെ ഫ്ലൈറ്റ് പൊന്തണ അവിടെ. അത് ഫ്ലൈറ്റ് വരണ്ടേ, എന്നാലേ പോകാൻ പറ്റും. ഫ്ലൈറ്റ് എവിടെ? ഫ്ലൈറ്റ് എവിടെ? ഫ്ലൈറ്റ് എന്റെ വഴിക്കാണ് വരുന്നത്. നിങ്ങള് ഫ്ലൈറ്റ് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഇവിടെ വന്നാല് ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തുമ്പോ അതിന്റെ താഴെ നിന്ന് സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോന്ന. ഇവിടെ ഒരു ഫ്ലൈറ്റ് ഒന്നും കാണാനില്ല. ആക്ച്വലി ഈ ഫ്ലൈറ്റ് പോകുന്നത് തൊട്ടടുത്തിന്റെ നമ്മുടെ തലയുടെ മുകളിലോട്ട് പോകുമ്പോ അത് പോകുമ്പോ ഈ മണ്ണൊക്കെ മേത്ത് തെറിക്കും. കണ്ണടച്ച് പിടിച്ചോ. ആൾക്കാരൊക്കെ അവിടെ നിക്കണ്ട് കേട്ടോ. എല്ലാരും ഓടുന്ന കണ്ടോ? ആൾക്കാര് അവിടെ ആൾക്കാര്. എന്റെ പൊന്നെ, ഇപ്പൊ നമ്മള് ലാൻഡ് ചെയ്യുന്നതാ കണ്ടത്. ലാൻഡ് ചെയ്യുന്നതും നമ്മൾ ഇത്ര അടുത്തൊന്നും കണ്ടിട്ടില്ല. സോ കൊള്ളാം, ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്ത ഫ്ലൈറ്റ് വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ. അടുത്ത ഫ്ലൈറ്റ് എവിടെ? വരുന്നുണ്ട്. അവിടെ നിന്ന് വരണ്ടാ, അവിടെ നിന്ന് വരുന്നുണ്ട് ഫ്ലൈറ്റ്. എനിക്ക് അവിടെ നിന്ന് വരുന്ന ഫ്ലൈറ്റ് നോക്കേ. ഇവിടെ പേടിയാണല്ലേ?